A three-phase, three-wire, 240-volt system supplies a delta connected load in which ZAB തന്നിട്ടുണ്ട്, ZBC, ZCA തന്നിട്ടുണ്ട്. അതായത് നമ്മളുടെ കയ്യിൽ ഒരു ത്രീ-ഫേസ് ത്രീ-വയർ സിസ്റ്റം ആണുള്ളത്. അതായത് ഇതാണ് നമ്മളുടെ ഉദ്ദേശിക്കുന്ന നമ്മുടെ ഡെൽറ്റ കണക്റ്റഡ് ലോഡ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുക. ഇതാണ് നമ്മുടെ ഒരു ഡെൽറ്റ കണക്റ്റഡ് ലോഡ് എ ബി സി. അതായത് ഇതാണ് ZAB എന്ന് പറഞ്ഞു. ZAB എന്താണ്? 25 ആംഗിൾ 90 ഡിഗ്രി ആണ്. ZBC എന്താണ്? ZBC എന്ന് പറയുന്നത് 15 ആംഗിൾ 30 ഡിഗ്രി ആണ്. അതേപോലെ ZCA എന്ന് പറയുന്നത് എന്താണ്? 20 ആംഗിൾ 0 ഡിഗ്രി ആണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയാം അല്ലേ? ഇനി നമുക്ക് ഇതിനെ ഒരു ത്രീ-ഫേസ് ത്രീ-വയർ സിസ്റ്റം ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്താൽ ഇവിടെ നോക്കുന്നുണ്ട്. സിയിലേക്ക് ഒരു വയർ, ബിയിലേക്ക് വരിക. അങ്ങനെയാണ് നമുക്ക് ത്രീ-ഫേസ് ത്രീ-വയർ സിസ്റ്റം, അതായത് 3 വയറുള്ള സിസ്റ്റം. ഇത് നമ്മുടെ എ എന്ന് പറയുന്ന ഫേസ്, ബി എന്ന് പറയുന്ന ഫേസ്, ഇത് സി എന്ന് പറയുന്ന ഫേസ്. ഇനി നമ്മൾ പറയാണ് ഈ ഫേസിൽ കൂടെ പോകുന്നത് ഇതാണ് നമ്മുടെ കറണ്ട്, ഇതിലൂടെ പോകുന്ന കറണ്ട് I1, ഇത് I2, ഇത് I3 ആണെന്ന് വെക്കുക. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മളൊരു ഡെൽറ്റ കണക്റ്റഡ് സിസ്റ്റത്തിന്റെ, അല്ല ഏത് ഡെൽറ്റ കണക്റ്റഡ് സിസ്റ്റം ആണെങ്കിലും, ഫോർ എ ഡെൽറ്റ കണക്റ്റഡ് സിസ്റ്റം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബി പി എച്ച് എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? ബി എല്ലിന് ഈക്വലാണ്. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ നമ്മളുടെ വി എ ബി എഴുതാം. വി എ ബി എന്ന് പറഞ്ഞ എന്തായിരിക്കും? വി എ ബി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന വോൾട്ടേജ് എത്ര? 240 ആണല്ലേ? അപ്പം 240 ആംഗിൾ 0 ഡിഗ്രി എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ വി ബി സി എന്തായിരിക്കും? 240 ആംഗിൾ -120 ഡിഗ്രി. നെക്സ്റ്റ് വി സി എ എന്ന് പറഞ്ഞാൽ എന്താണ്? 240 ആംഗിൾ -240. ഇത് ഇവിടെ ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ നമുക്ക് ഇതിൽ എന്തായിട്ട് മാറ്റാൻ പറ്റും? ഇത് എന്തിന് ഈക്വലന്റ് ആണ്? 240 ആംഗിൾ +120 ഡിഗ്രിക്ക് ഈക്വൽ ആണ് അല്ലെ? അതായത് നമ്മുടെ ക്വാഡ്രന്റിനനുസരിച്ച് നമ്മുടെ -240 എന്ന് പറയുന്നത് ഏകദേശം ഇവിടെ വരും. അപ്പൊ അതിനെ നമുക്കൊന്ന് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? -240 +360 ഡിഗ്രി ചെയ്താൽ മതി. ക്വാഡ്രന്റിനെ ഒന്ന് കൺവേർട്ട് ചെയ്യണം. അപ്പൊ എന്ത് വരും? നമുക്ക് 120 ഡിഗ്രിയിൽ വരും. അതിനെയാണ് നമ്മൾ ഇവിടെ 240 ആംഗിൾ 120 ഡിഗ്രിയിൽ എഴുതിയിരിക്കുന്നത്. അപ്പം ഈ 240 ആംഗിൾ -240 ഈക്വലന്റ് ആണ് എന്ത്? 240 ആംഗിൾ +120 എന്ന് പറയുന്നത്. അപ്പോ നമ്മളുടെ വോൾട്ടേജ് ആയി അല്ലെ? നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് ഫേസ് കറണ്ടും അതേപോലെ തന്നെ ലൈൻ കറണ്ടും ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ ഫേസ് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? IAB. അതേപോലെ ഇപ്പം നമ്മുടെ കണ്ടുപിടിക്കാനുള്ള ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫേസ് കറണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. IABയും IBCയും അതേപോലെ ICAയും ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള നമ്മളുടെ ഫേസ് കറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ IAB എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? IABനെ നമുക്ക് നോർമലി VAB/ZAB എന്ന് എഴുതാമല്ലോ. VAB എന്താന്ന് നമുക്കറിയാം, 240 ആംഗിൾ 0 ഡിഗ്രി ആണ്. ഡിവൈഡഡ് ബൈ ZAB എന്താണെന്ന് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനകത്ത്, എടുത്ത് എഴുതിയേക്കാം. ZAB എന്ന് പറയുന്നത് 25 ആംഗിൾ 90 ഡിഗ്രി ആണ്. അതേപോലെ ZBC എന്ന് പറയുന്നത് 15 ആംഗിൾ 30 ഡിഗ്രി ആണ്. അതേപോലെ ZCA എന്ന് പറയുന്നത് 20 ആംഗിൾ 0 ഡിഗ്രി ആണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് ഈ ഇസഡിനെ തരുമ്പോൾ നമുക്ക് എങ്ങനെ പോയാലും കാൽക്കുലേഷനകത്ത് റെക്ടാങ്കുലർ പോളാർ ഫോം കൺവേർഷൻ ഒക്കെ കാണും. അപ്പൊ നമ്മളുടെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ZABനെ ഇപ്പൊ അങ്ങ് കൺവേർട്ട് ചെയ്ത് ഇപ്പൊ തന്നിരിക്കുന്നത് പോളാർ ഫോമിലാണ്, നമുക്ക് അതിന് റെക്ടാങ്കുലർ ഫോമിലേക്ക് ആക്കി വെക്കാം. അതായത് 25 ആംഗിൾ 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഇമാജിനറി പാർട്ട് മാത്രമേ ഉള്ളൂ, J25. അതേപോലെ 15 ആംഗിൾ 30 ഡിഗ്രി എന്ന് പറയുന്നത് 12.9 + J7.5 ആണ്. അതേപോലെ 20 ആംഗിൾ 0 എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഇമാജിനറി ടേം ഇല്ല, റിയൽ ടേം മാത്രമേ ഉള്ളൂ 20. അപ്പൊ നോക്കേ ZAB എന്ന് പറയുന്നത് ഇപ്പം മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും വേണ്ടിയിട്ട് നമ്മൾ പോളാർ ഫോംസ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യത്തുള്ളൂ. അപ്പോ ZAB എന്ന് പറയുന്നത് എന്താണ്? 25 ആംഗിൾ 90 ഡിഗ്രി ആണ്. ഇതിനെ ഒന്ന് സോൾവ് ചെയ്താൽ 240 ഡിവൈഡഡ് ബൈ 25 ചെയ്യുക.
ആംഗിൾ ആവുമ്പം 0 മൈനസ് 90 ചെയ്യുക. ഇപ്പൊ ഇത് എന്ത് കിട്ടും? ഇറ്റ് ഇസ് ഈക്വൽ ടു 9.6 ആംഗിൾ മൈനസ് 90 ഡിഗ്രി. ഇത്രയും എന്താണ്? ആംബിയർ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഒരു ഫേസ് കറണ്ട് കിട്ടി. അതെ, നെക്സ്റ്റ് ഐ ബി സി. ഐ ബി സി എന്ന് പറഞ്ഞാൽ എന്താ? വി ബി സി ഡിവൈഡഡ് ബൈ ഇസഡ് ബി സി. വി ബി സി എന്ന് പറയുന്നത് 240 ആംഗിൾ മൈനസ് 120 ഡിഗ്രി ആണ്. ഡിവൈഡഡ് ബൈ ഇസഡ് ബി സി എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്? ഡിവിഷൻ ആയിട്ട് പോളാർ ഫോം മാത്രം മതി. അപ്പൊ 15 ആംഗിൾ 30 ഡിഗ്രി. അപ്പൊ ഇതിനെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 240 ഡിവൈഡഡ് ബൈ 15 ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 240 ഡിവൈഡഡ് ബൈ 15 എന്ന് പറയുന്നത് 16 ആണ് അല്ലെ? ആംഗിൾ മൈനസ് 120 മൈനസ് 30, അതായത് മൈനസ് 150 ഡിഗ്രി. ഇത്രയും ആംബിയേഴ്സ് ആയിരിക്കും എന്ത്? ഐ ബി സി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഐ സി എ ആണ്. ഐ സി എ എന്ന് പറയുന്നത് ഈക്വൽ ടു വി സി ഒ ബൈ ഇസഡ് സി എ ആണ്. വി സി എ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. 240 ആംഗിൾ പ്ലസ് 120 ഡിഗ്രി ആണ്. അതല്ലെങ്കിൽ 240 ആംഗിൾ മൈനസ് 240 ഡിഗ്രിയിൽ എഴുതിയാലും മതി. ഡിവൈഡഡ് ബൈ ഇസഡ് സി എന്ന് പറയുന്നത് 20 ആംഗിൾ 0 ഡിഗ്രി ആണ്. അപ്പൊ 240 ഡിവൈഡഡ് ബൈ 20 ആദ്യം ചെയ്യാം. 240 ഡിവൈഡഡ് ബൈ 20 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12 ആണ് അല്ലെ? ആംഗിൾ 120 മൈനസ് 0 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്ത് തന്നെ കിട്ടും? 120 തന്നെ കിട്ടും. ഇതാണ് ഐ എ ബി, ഐ ബി സി, ഐ സി എ എന്ന് പറയുന്ന 3 ഫേസ് കറണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് പോർഷൻ കഴിഞ്ഞു. ഓക്കെ, ഇനി സെക്കൻഡ് പോർഷൻ എന്ന് പറയുന്നത് യു ഹാവ് ടു ഫൈൻഡ് ദി വാല്യൂ ഓഫ് ലൈൻ കറണ്ട്സ്. നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള എന്താണ്? ലൈൻ കറണ്ട്സ് ആണ്. ലൈൻ കറണ്ട്സ്. ഓക്കെ, നമ്മളിവിടെ ലൈൻ കറണ്ട്സ് ആയിട്ട് പറയുന്നത് I1ഉം I2ഉം I3ഉം ആണ് അല്ലെ? I1 എന്ന് പറയുന്നത് പോയിന്റ് എയുമായിട്ട് വരുന്ന, അതായത് പോയിന്റ് എയിലേക്ക് വരുന്ന കറണ്ട് ആണ് ഐ എന്ന് പറയുന്നത്. അപ്പൊ പോയിന്റ് എ എന്ന് പറയുന്നത് പോയിന്റ് സിയിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ട്, എ എന്ന് പറയുന്ന പോയിന്റ് ബിയിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം I1 എന്ന് പറയുന്ന കറണ്ട് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഐ എ ബി മൈനസ് ഐ സി എ ചെയ്താൽ മതിയാവും. ഓക്കെ ആണല്ലോ? അപ്പോ ഐ എ ബി എന്ന് പറയുന്നത് നമ്മളിവിടെ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 9.6 ആംഗിൾ മൈനസ് 90 മൈനസ് ഐ സി എ എന്ന് പറയുന്നത് എന്താണ്? 12 ആംഗിൾ 120 ഡിഗ്രി. ഇനി നമുക്കറിയാം അഡീഷണൽ സബ്ട്രാക്ഷന് വേണ്ടിയിട്ട് നമുക്ക് ഒരിക്കലും പോളാർ ഫോം യൂസ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ? അപ്പൊ നമ്മളുടെ ഈ ഓരോ ടേമിനെയും എന്താക്കി മാറ്റുക? റെക്ടാങ്കുലർ ടേമിലേക്ക് മാറ്റുക. അപ്പൊ നമുക്ക് 9.6 ആംഗിൾ മൈനസ് 90 എന്ന് പറയുന്നത് എന്ത് വരും? മൈനസ് ജെ 9.6 എന്ന് വരും. അതേപോലെ മൈനസ് 12 ആംഗിൾ 120 എന്ന് പറയുന്നത് മൈനസ് 6 പ്ലസ് ജെ 10.39 എന്നായിരിക്കും വരുന്നത് അല്ലെ? അപ്പൊ ഇതിനെ ഒന്ന് സോൾവ് ചെയ്താല് നമുക്ക് എന്തെന്ന് കിട്ടും? 6 മൈനസ് ജെ 19.99 എന്നായിരിക്കും നമുക്ക് ആൻസർ കിട്ടുന്നത്. അപ്പൊ ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു റെക്ടാങ്കുലർ ഫോമിലാണ് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇതിനെ പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്താൽ എന്ത് കിട്ടും? 20.78 ആംഗിൾ 73.293 ആംപിയർ എന്നായിരിക്കും നമ്മളുടെ I1ന്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു ലൈൻ കറണ്ട് ആണ് അല്ലെ? ഇനി നെക്സ്റ്റ് ലൈൻ കറണ്ട് I2 എന്ന് പറയുന്നത് സി എന്ന് പറയുന്ന പോയിന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കറണ്ട് ആണ് അല്ലെ? I2 എന്ന് പറയുന്നത് അപ്പോൾ ഐ ബി സി മൈനസ് ഐ എ ബി എന്ന് എഴുതാലോ. അതായത് I2 എന്ന് പറയുന്നത് 16 ആംഗിൾ മൈനസ് 150 മൈനസ് 9.6 ആംഗിൾ മൈനസ് 90 ഡിഗ്രി എന്ന് വരും. ഇത് ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച് ഫേസ് കറണ്ട് കണ്ടുപിടിച്ച് വെച്ചാലാണ് ഐ ബി സിയും ഐ എ ബിയും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തതേ ഉള്ളൂ. ഇനി നമുക്കിത് ഈ രണ്ട് പോളാർ ഫോമിനെയും റെക്ടാങ്കുലർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? I2 ഈക്വൽ ടു 16 ആംഗിൾ മൈനസ് 150നെ നമ്മൾ റെക്ടാങ്കുലർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ മൈനസ് 13.85 മൈനസ് ജെ 8 എന്നായിരിക്കും ആൻസർ വരുന്നത്. അതേപോലെ മൈനസ് 9.6 ആംഗിൾ മൈനസ് 90 എന്ന് പറയുന്നത് മൈനസ് ജെ 9.6 ആയിട്ട് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ? ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അതായത് മൈനസ് ഓഫ് മൈനസ് ജെ 9.6. ഇത് എന്തായിട്ട് മാറും? I2 is equal to മൈനസ് 13.85 മൈനസ് ജെ 8 പ്ലസ് ജെ 9.6 എന്നായിട്ട് നമുക്ക് വരുമല്ലേ? അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് സോൾവ് ചെയ്താല് I2 is equal to മൈനസ് 13.85
0.85 പ്ലസ് ജെ 1.6 എന്നായിരിക്കും ആൻസർ വരിക. അങ്ങനെയാണെങ്കിൽ ഇത് റെക്ടാങ്കുലർ ഫോമിലല്ലേ കിടക്കുന്നത്, ഇതിനെ നമുക്ക് പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് വരും? 13.942 ആംഗിൾ 173.41 ആംപിയർ എന്നായിരിക്കും നമുക്ക് കിട്ടുന്ന നെക്സ്റ്റ് ലൈൻ കറണ്ട് എന്ന് പറയുന്നത്. I2 എന്ന് പറയുന്ന ലൈൻ കറണ്ട്. ഇനി നമുക്കുള്ളത് ലാസ്റ്റ് കറണ്ട് എന്ന് പറയുന്നത് I3 എന്ന് പറയുന്ന ലൈൻ കറണ്ട് ആണ്. അതെന്ന് പറയുന്നത് നമ്മൾ എങ്ങോട്ടാണ് കൊടുക്കുന്നത്? Y എന്ന് പറയുന്ന പോയിന്റിലേക്കാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ B എന്ന് പറയുന്ന പോയിന്റിലേക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ B യുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കറണ്ടുകൾ എന്ന് പറയുന്നത് ICAയും അതേപോലെ -IBCയും ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ICയുടെ വാല്യൂ എന്താ? 12 ആംഗിൾ 120 ഡിഗ്രി മൈനസ് IBC എന്താണ്? 16 ആംഗിൾ -150 ഡിഗ്രി. നമുക്ക് 12 ആംഗിൾ 120, 16 ആംഗിൾ 120 നമ്മൾ നേരത്തെ ഇവിടെ മാറ്റി ഇവിടെ കിടപ്പുണ്ടല്ലേ. 12 ആംഗിൾ 120 എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ നമ്മൾ ചേഞ്ച് പിടിച്ച് വെച്ചിട്ടുണ്ട്, -6 പ്ലസ് ജെ 10.39 ആണ്. ഇനി -16 ആംഗിൾ -150 ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ, -13.85 മൈനസ് ജെ 8. ഓക്കെ, ഇതിനെ ഒന്ന് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇതിനെ ഒന്ന് സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് 7.85 പ്ലസ് ജെ 18.39 എന്ന് വരും, പ്ലസ് ജെ 18.39. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ എന്താക്കി മാറ്റുന്നു? നമ്മൾ പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്താ വരുന്നത്? 19.99 ആംഗിൾ 66.88 ആംപിയർ എന്നായിരിക്കും നമ്മളുടെ ലൈൻ കറണ്ട്സ് വരുന്നത്. അപ്പൊ ഈ നമ്മളുടെ ഇപ്പൊ എന്തൊക്കെ കണ്ടുപിടിച്ചു? നമ്മൾ ഫേസ് കറണ്ട് കണ്ടുപിടിച്ചു, അതേപോലെ ലൈൻ കറണ്ട് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളതെന്ന് പറയുന്നത് നമുക്ക് ടോട്ടൽ പവർ കണ്ടുപിടിക്കണം, അല്ലെ? ടോട്ടൽ പവർ കൺസ്യൂംഡ് ബൈ ദ ലോഡ്. അപ്പോൾ അങ്ങനെ ടോട്ടൽ പവർ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ഫേസിന്റെയും പവർ കണ്ടുപിടിക്കണം, അല്ലെ? അപ്പോൾ ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താ? പവർ ഇൻ ഫേസ് 1, അല്ലെ? ഫസ്റ്റ് ഫേസിലെ കറണ്ട് എന്ന് പറയുന്നത് നോക്കിക്കേ, നമുക്ക് എന്താ ഉള്ളത്? നമുക്കറിയാം P = I² R ആണ് നമുക്കറിയാം. ഓക്കെ, നോക്കിക്കേ, ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ഫേസ് എന്ന് വെക്കുക. ഫസ്റ്റ് ഫേസ്, ആ ഫസ്റ്റ് ഫേസിൽ കൂടെ പോകുന്ന ഫേസ് കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? IAB ആയിരിക്കും, ആണല്ലോ, IAB. അപ്പോ ഫേസ് 1 എന്ന് പറയുന്നത് IABയുടെ സ്ക്വയർ ഇൻറ്റു R1 അല്ലെങ്കിൽ RA എന്ന് നമുക്ക് എഴുതാലോ. ഓക്കെ, നോക്കിക്കേ, ഇതിനകത്ത് നമ്മൾ നേരത്തെ തന്നെ ഇവിടെ നമ്മൾ ZAയും അതായത് ZABയും ZBCയും ZCAയും ഒക്കെ നമ്മൾ നേരത്തെ ഇവിടെ കൺവേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അല്ലേ? അതായത് ഇവിടെ 25 ആംഗിൾ 90 ഡിഗ്രീനെ കൺവേർട്ട് ചെയ്തപ്പോൾ ഒരു ഇമാജിനറി ടേം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലേ? അതായത് നമ്മൾ ഒരു പോളാർ ഫോമിൽ നിന്ന് റെക്ടാങ്കുലർ ഫോമിലേക്ക് മാറ്റുമ്പോൾ ഒരു റിയൽ പാർട്ടും കാണും, ഇമാജിനറി പാർട്ട് കാണും. അതിൽ റിയൽ പാർട്ട് എന്ന് പറയുന്ന റെസിസ്റ്റൻസും ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് റിയാക്ടൻസും ആയിരിക്കും. അതിന്റെ ഒരു റിസൾട്ടന്റ് ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ഇംപെഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിക്കേ, ഇവിടെ RA എന്ന് പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ RAB എന്ന് കൊടുക്കുക. ഇതെന്താണ്? RAB = 0. നെക്സ്റ്റ് RBC = നോക്കിക്കേ, ഇവിടെ RBC എന്താണ്? 12.9 ആണ്, 12.9 ആണ്. അതേപോലെ RCA എന്ന് പറഞ്ഞ എന്താണ്? നമ്മൾ നേരത്തെ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, എന്താണെന്ന്? 20 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് 20 Ω. ഇത്രയാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പം IABയുടെ സ്ക്വയർ ഇൻറ്റു RAB. IABയുടെ സ്ക്വയർ, IABയുടെ അപ്പൊ എന്താ എടുക്കുക? നമ്മുടെ മാഗ്നിറ്റ്യൂഡ് മാത്രം മതി, ആംഗിൾ വേണ്ട, അല്ലേ? IAB നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 9.6 ആംഗിൾ -90 ഡിഗ്രി എന്ന്. അപ്പോ 9.6ന്റെ സ്ക്വയർ ഇൻറ്റു RAB എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ്. അപ്പൊ അതിന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും, അല്ലെ? ഇനി നെക്സ്റ്റ് നോക്കിക്കേ, പവർ ഇൻ ഫേസ് 2. ഓക്കെ, അവിടെ എന്ന് പറയുമ്പം
നമുക്ക് എങ്ങനെ എഴുതാം എന്ന് പറഞ്ഞാൽ എന്താ ഐ ബി സിയുടെ സ്ക്വയർ രണ്ടാമത്തെ ഫേസിന്റെ സ്ക്വയർ ഐ ബി സിയുടെ സ്ക്വയർ ഇൻറ്റു ആർ ബി സി എന്ന് എഴുതാം അല്ലെ ഐ ബി സിയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഐ ബി സി എന്ന് പറയുന്ന കറണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുക അതായത് 16ന്റെ സ്ക്വയർ ഇൻറ്റു ആർ ബി സിയുടെ റിയൽ പാർട്ട് അല്ലെങ്കിൽ ആർ ബി സി എന്ന് പറഞ്ഞാൽ എന്താണ് 12.9 ആണ് ഈക്വൽ ടു 3302.4 വാട്ട് എന്നായിരിക്കും പവറിന്റെ യൂണിറ്റ് എന്താണ് വാട്ട് ആണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് പവർ ഇൻ ഫേസ് 3 മൂന്നാമത്തെ ഫേസിന്റെ അപ്പൊ നമ്മൾ ആദ്യം രണ്ട് ഫേസിന്റെ പറഞ്ഞു ഇനിയുള്ളത് എന്താണ് ഐ സി എ ആണ് അല്ലെ ഐ സി എയുടെ സ്ക്വയർ ഇൻറ്റു ആർ സി എ ചെയ്യാം ഐ സി എ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ഐ സി എ എന്ന് പറയുന്നത് 12 ∠120 ആണ് അതായത് 12ന്റെ സ്ക്വയർ ഇൻറ്റു ആർ സി എ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ എന്തെന്ന് കിട്ടും 20 എന്ന് കിട്ടും അല്ലെ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 2880 വാട്ടാണ് അപ്പൊ നമുക്ക് മൂന്ന് ഫേസിലുള്ള പവർ കിട്ടിയെങ്കിൽ ടോട്ടൽ പവർ കൺസ്യൂംഡ് ബൈ ദ ലോഡ് ടോട്ടൽ പവർ കൺസ്യൂംഡ് ബൈ the load is equal to മൂന്ന് ഫേസിന്റെയും കൂടി പവർ 0 പ്ലസ് 3302.4 പ്ലസ് 2880 വാട്ടാണ് കിട്ടുന്നത് ഇതിന്റെ സോൾവ് ചെയ്ത് കിട്ടും 6182.4 വാട്ട് എന്നായിരിക്കും ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് അപ്പോ നമ്മളിപ്പോ ഇത്രയും ചെയ്ത ഈ പ്രോബ്ലം ഏത് 14 മാർക്സിന്റെ ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ് നമുക്ക് കൺസെപ്റ്റ് അറിയാമെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം 14 മാർക്സിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത് ഒരുപാട് വലിയ കൺസെപ്റ്റുകളൊന്നുമില്ല ചെറുതായിട്ട് ഇതിന്റെ ബേസിക് കൺസെപ്റ്റ്സ് മാത്രം അറിഞ്ഞിരുന്നാൽ മതിയാകും